ഭാരതത്തിന്റെ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് INS വിക്രാന്ത് എന്ന പോരാളിയാണ്. കൂടുതൽ പ്രകോപനമുണ്ടായാൽ ആക്രമണം അഴിച്ചുവിടാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയാണ് INS വിക്രാന്തിന്റെ സാന്നിധ്യം കൊണ്ട് സൂചിപ്പിക്കുന്നത്. INS വിക്രാന്ത് രാജ്യത്തിന്റെ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ കൊച്ചി കപ്പൽശാലയിലാണ് INS വിക്രാന്ത് പിറവിയെടുത്തത് എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഒരു ചെറിയ നഗരത്തിന് വേണ്ടതിലും അധികം സൗകര്യങ്ങളുള്ള 14 നിലകളുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയം പോലെയാണ് INS വിക്രാന്ത് എന്ന് പറയാം. രാത്രിയും പകലും വിമാനങ്ങൾ ഇറങ്ങുന്ന സുസജ്ജമായ ആയുധത്താവളം. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി സമുദ്രത്തിൽ ശത്രുരാജ്യങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണ്. കപ്പൽ എന്നതിലുപരി ഇത് ഒരു ഒഴുകുന്ന നഗരം എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും ഏറെ കറക്റ്റ്. സംഘർഷ സമയത്ത് എതിരാളികൾക്ക് വലിയ നാശനഷ്ടം വരുത്താൻ ശേഷിയുള്ള ഭീകരമായ യുദ്ധമേഖലയായി ഇത് മാറും. വിക്രാന്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ഷിപ്സ് കൺട്രോൾ സെന്റർ ആണ് ഈ കപ്പലിന്റെ തലച്ചോറ്. കപ്പലിനെ കടലിലൂടെ സുഗമമായി മുന്നോട്ട് നയിക്കുന്നത് ഫോർവേഡ് ത്രോട്ടിൽ കൺട്രോൾ റൂം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. കപ്പലിലെ വിവിധ ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന യന്ത്രങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും SCCയിൽ നിന്നായിരിക്കും. നാവികസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ വിമാനവാഹിനിയാണ് INS വിക്രാന്ത്. രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ കപ്പൽ. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യത്തെ പടക്കപ്പൽ. 3D മോഡലിംഗ് സംവിധാനം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ വിമാനവാഹിനി. ഇങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് ഇതിനുള്ളത്. 15 ഡെക്കുകൾ, 3 റൺവേകൾ, നാവികർക്ക് താമസിക്കാൻ 2300 കമ്പാർട്ട്മെന്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിക്രാന്ത് കടലിൽ ഒഴുകുന്ന ചെറുനഗരം എന്ന വിശേഷണത്തെ അന്വർത്ഥമാക്കുന്നു. 262 മീറ്റർ നീളമുണ്ട്, 62 മീറ്റർ വീതിയുണ്ട്. ഭീമാകാരമായ വിമാനവാഹിനി കപ്പലിന് 14 ഡെക്കുകളുണ്ട്. ഇത് 14 നില കെട്ടിടത്തിന്റെ ഉയരം നൽകുന്നു. ഇതിനുള്ളിൽ ഒരു ആശുപത്രിയുണ്ട്, നീന്തൽക്കുളമുണ്ട്, ആധുനിക അടുക്കളയുണ്ട്. ഇതെല്ലാം അടക്കം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇത് തുറമുഖത്തേക്ക് മടങ്ങാതെ 45 ദിവസം വരെ കടലിൽ സ്വയം സുസ്ഥിരമായ ഒരു യുദ്ധത്താവളമായി പ്രവർത്തിക്കാൻ വിക്രാന്തിനെ പ്രാപ്തമാക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെയാണ് ശത്രു രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയമുണ്ടാക്കുന്നത്. ഈ കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായപ്പോൾ ഇതിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡിനും നാവികസേനയ്ക്കുമൊപ്പം എല്ലാ മലയാളികൾക്കും അതൊരു അഭിമാന നിമിഷമായിരുന്നു. തദ്ദേശീയമായ ഒരു വിമാനവാഹിനി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ലോകത്തിലെ 6ാമത്തെ രാജ്യം എന്ന അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യ INS വിക്രാന്തിലൂടെ കൈവരിച്ചത്. ഫിക്സ്ഡ് വിംഗ് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ സാധിക്കും, ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ അത്യാധുനിക സ്റ്റോബാർ, ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി എന്ന സംവിധാനമാണ് വിക്രാന്തിലുള്ളത്. പറന്നിറങ്ങുന്ന വിമാനങ്ങളെ കൊളുത്തിപ്പിടിച്ച് നിർത്താനുള്ള 3 അറസ്റ്റർ വയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനമാണിത്. കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ എക്സ്ട്രാ ഹൈ ടെൻസൈൽ സ്റ്റീൽ ആദ്യമായി രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ചതും ഒരു ചരിത്രമായിരുന്നു. വിക്രാന്തിൽ ഒരു ചെറിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെയുണ്ട് എന്ന് പറഞ്ഞല്ലോ. CT സ്കാൻ സൗകര്യമുള്ള രാജ്യത്തെ ആദ്യത്തെ നാവിക കപ്പലാണ് വിക്രാന്ത്. മെഡിക്കൽ ജനറൽ വാർഡ്, ഐസൊലേഷൻ വാർഡ്, ഫീമെയിൽ വാർഡ്, കാഷ്വാലിറ്റി, ICU ഇതെല്ലാം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. യുദ്ധക്കപ്പൽ എന്നതിലുപരി ഫ്ലോട്ടിംഗ് ഫോർട്രസ് എന്നാണ് വിക്രാന്ത് അറിയപ്പെടുന്നത്. 2022 സെപ്റ്റംബറിലാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തത്. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്തിന്റെ പേര് തന്നെയാണ് ഈ കപ്പലിനും നൽകിയിരിക്കുന്നത്. 1997 പഴയ വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്തത്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ INS വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബംഗളൂരു ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ്. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും 7500 മൈൽ പോകാനുമുള്ള ശേഷി INS വിക്രാന്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.